ഹലോ, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ അനിതയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് റിമിഷൻ എക്സ്പെർട്ട്, ഫൗണ്ടർ ഓഫ് ആനൂസ് ഹെൽത്തി ഹെയർ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പലപ്പോഴും പലരിലും കാണുന്ന ഒരു ലക്ഷണമാണ് അമിതമായിട്ട് വെള്ളം ദാഹം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, തൊണ്ട വരൾച്ച, ഇതെല്ലാം തന്നെ ക്ഷീണം, അകാരണമായിട്ടുള്ള ക്ഷീണമൊക്കെ. ഇത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് പ്രമേഹ രോഗികളിലാണ്. ചിലരിൽ അതറിയാതെ തന്നെ നമുക്ക് പ്രമേഹ രോഗം ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടാവില്ല, പക്ഷെ അത് ഈ ഒരു ലക്ഷണം അവർക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രമേഹം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രമേഹ രോഗത്തിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇന്ന് ഹൈപ്പർ ഗ്ലൈസീമിയെ കുറിച്ചാണ്. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയരുന്ന ഒരു ഘട്ടത്തിനെയാണ് പറയുന്നത് ഹൈപ്പർ ഗ്ലൈസീമിയ. ഹൈപ്പർ ഗ്ലൈസീമിയ നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗർ നമ്മൾ 70 മുതൽ 110 mg/dl വരെയാണ് നമുക്ക് നോർമലായിട്ട് വേണ്ടത്. അതിനപ്പുറത്തേക്ക് കൂടി കഴിഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. അതുപോലെ തന്നെ ഭക്ഷണശേഷമുള്ള ഷുഗർ 80 മുതൽ 140 വരെ ആവാം, അതിലും കൂടി പോകാൻ പാടില്ല. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രണവും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം പലപ്പോഴും വളരെ ഹൈ ആയിട്ടുള്ള ഷുഗർ വാല്യൂസ് ആണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമായിട്ട് വരും, മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ട് മെഡിസിൻ്റെ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റെമിഷനിലേക്കും അതുപോലെ തന്നെ പ്രിവെൻഷനിലേക്ക് പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷനെ കുറിച്ച്, അതുപോലെ എങ്ങനെയാണ് ഡയറ്റും ലൈഫ് സ്റ്റൈലും കൊണ്ട് ഇതിൽ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതായത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരം പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. അതിൽ എന്തൊക്കെ കാരണങ്ങളാണെന്ന് ആദ്യം ഞാൻ പറയാം. കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ക്ഷീണം, ഒരു എനർജി കുറവൊക്കെ തോന്നുന്നത് വളരെയധികം ഹൈ ഷുഗറും ലോ ഷുഗറിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അതേപോലെ തന്നെ ഉറക്കക്കുറവ് ഉണ്ടാവുന്നത്, കുറേ നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമൊഴിക്കുന്നത് പലരിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഷുഗർ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ എടുക്കുക, മധുരം കൂടുതൽ കഴിക്കുന്നവരിലെ ഒക്കെ കാണാറുണ്ട്. അതുപോലെ ജീവിതശൈലി രോഗം, ഫാമിലി ഹിസ്റ്ററിയിലുള്ളവർക്ക് ഷുഗർ കാണാറുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും പുറമേ നിന്നുള്ള ഭക്ഷണ രീതികൾ, കൂടുതൽ സമയം ജങ്ക് ഫുഡുകളെ ഒരു ഭക്ഷണത്തിന് മീലിന് വേണ്ടി ആശ്രയിക്കുന്നവർക്ക് ഇത്തരം ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്ക് വന്ന് കാണാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ജ്യൂസ് ഐറ്റംസ് ഒക്കെ വളരെയധികം കൂടുതൽ കഴിക്കുക, ജങ്ക് ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം, സ്ട്രെസ്, സ്ട്രെയിൻ, ഇതൊക്കെ തന്നെ പലരിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്ക് പോകുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കുക, അതിനെ കുറച്ച് കൊണ്ടുവന്ന് നോർമൽ ലെവലിലേക്ക് നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അമിതമായിട്ടുള്ള വിശപ്പ്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, തൊണ്ട വരൾച്ച, ദാഹം ഉണ്ടാവുക, എത്ര വെള്ളം കുടിച്ചാലും മതിയാകാത്ത രീതിയിൽ ദാഹം ഉണ്ടാവും. അതുപോലെ തന്നെ അതേപോലെ എ സിയിലിരുന്നാലും അതുപോലെ പുറമേ ആണെങ്കിലും വെള്ളദാഹം കുറവുണ്ടാവില്ല. രാത്രിയിലാണെങ്കിലും വെള്ളം കുടിച്ചാൽ ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് ഉള്ള ടെൻഡൻസി കൂടുതൽ തവണ യൂറിൻ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ലക്ഷണമാണ്. മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ കാലതാമസം എടുക്കുക, അതുപോലെ നമുക്ക് വളരെ എനർജി ലെവൽ കുറഞ്ഞ് ഫീൽ ചെയ്യുക, പലപ്പോഴും ക്ഷീണം, തളർച്ചയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇറിറ്റേഷൻ ആവുക, ദേഷ്യം വരിക, അങ്ങനെയുള്ള കണ്ടീഷൻസും പലരിൽ കാണാറുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഹൈപ്പർ ഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരിൽ ഹാർട്ടിനും പ്രോബ്ലം ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞരമ്പുകളെ ബാധിക്കുന്നത് ന്യൂറോപ്പതി, നമ്മുടെ കൈതരിപ്പ്, കാലുതരിപ്പ്, അതുപോലെ ചിലർക്കൊക്കെ ആ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി പോകുന്നത് പോലും അറിയില്ല. അത്തരം ഒരു കണ്ടീഷനിലേക്ക് പോകുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. പലരിലും ആ ഒരു ഇത് കാണാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ പോകുമ്പോഴാണ് ഞരമ്പുകളെ ഇങ്ങനെ ബാധിക്കുന്നത്. അതുപോലെ കണ്ണിന് കാഴ്ചശക്തി കുറയുന്നത്, ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ണിൽ എണ്ണ പോയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഏതൊരു ലക്ഷണങ്ങൾ നോക്കുമ്പോഴും നമ്മൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ ചെറുതായിട്ടാണ് അതിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ടാകുക. അപ്പം തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ
ഫീലിങ്സ്, നമുക്കുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒന്ന് അറിയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരിലും കാണുന്ന ഒരു ലക്ഷണമാണ് മുഖ്യഭാഗങ്ങളിൽ കാണുന്ന ചൊറിച്ചിൽ, ഉദാഹരണശേഷി കുറയുന്നത്. അതൊക്കെ തന്നെ പലരിലും ഹൈപ്പർ ഗ്ലൈസിമിയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അതുപോലെ പ്രോബ്ലം, അതായത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. പലരിലും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബിപിയും ഷുഗറും ആണ് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത്. കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാക്കുന്ന ആദ്യ സമയത്തെ കൺട്രോൾ, ആദ്യ വർഷങ്ങളിലെ കൺട്രോൾ വളരെയധികം നിർബന്ധമാണ്. ആദ്യ സമയങ്ങളിൽ നമ്മൾ അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗർ പോകുന്ന സമയത്ത് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നതിന്റെ ചാൻസ് കൂടുന്നു എന്നുള്ള പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിഡ്നിക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൂടെ വരും. സാധാരണ രീതിയിൽ പറയുന്ന ഫുഡിന്റെ രീതിയല്ല, അതിനേക്കാൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള 4-5 സ്റ്റേജുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റ് പാറ്റേൺസ് ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. അതേപോലെ തന്നെ ലക്ഷണമാണ് മുറിവുകൾ ഉണങ്ങാൻ കാലതാമസം ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ അറിയുന്നത് കാലിലൊരു മുറിവുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മുറിവുണ്ടായിട്ട് അത് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴായിരിക്കും, അവർ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുക നമുക്ക് ഷുഗർ ഉണ്ട് എന്നുള്ള കാര്യം. ആ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷുഗർ ഉള്ള ഒരാളാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ലേസിനെസ് പോലെ, ക്ഷീണം, തളർച്ച അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഷുഗർ സ്പൈക്കിന്റെ ആയിരിക്കാം. അത് അൺകൺട്രോൾഡ് ആയിട്ട് കൂടിയും കുറഞ്ഞും ഒക്കെ പോകുന്നൊരു ഫ്ലെക്സിബിൾ ആയിട്ട് അങ്ങനെ ഷുഗർ നിൽക്കുന്നതിന്റെ ഒരു ലക്ഷണമായിരിക്കാം ഇങ്ങനെ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ചിലരിലാണെങ്കിൽ ഇറിറ്റേഷൻ ഒക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഓരോ വ്യക്തികളിലും ഇതിന്റെ ലക്ഷണങ്ങൾ ഓരോരുത്തരും വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. ഹൈപ്പർ ഗ്ലൈസിമിയയുടെ പലരിലും പല രീതിയിലാണ് കാണുന്നത്. പിന്നെ ഇതൊരു വേറൊരു കാര്യം ശ്രദ്ധിച്ചു വരുന്നത്, എൻ്റെ എക്സ്പീരിയൻസിൽ നോട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറെ നാൾ ഇത്രയും ഈ കോംപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ നിന്ന് വരുന്ന സമയത്ത് പിന്നീട് അതൊരു ന്യൂ നോർമൽ എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നോർമലാണെന്ന് പറയാൻ പറ്റില്ല. കോംപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആ ഒരു ആദ്യ സമയങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ പിന്നീട് ആ സിംറ്റംസ് ഒക്കെ തന്നെ പിന്നീട് നമുക്ക് അത്രയധികം ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കുക, നമ്മുടെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കുക. അതായത് നോർമൽ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫങ്ഷൻ ടെസ്റ്റുകളെല്ലാം തന്നെ ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗർ, ഭക്ഷണശേഷമുള്ള ഷുഗർ, ആവറേജ് ഷുഗറിന്റെ ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 മാസം കൂടുമ്പോഴെങ്കിലും ചെയ്ത് നോക്കുക. അതായത് 6 മാസം അല്ലെങ്കിൽ 3 മാസം, ഇപ്പോൾ കൺട്രോൾ റേറ്റിൽ പോകുന്നവരാണെങ്കിൽ, വളരെ നോർമൽ റേറ്റിലേക്ക് പോകുന്നവരാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ ചെയ്താലും മതി. അതേസമയം അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും 3 മന്ത്സിൽ അത് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉണങ്ങാത്ത വ്രണങ്ങളെ നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഷുഗർ രോഗികൾ വെച്ചുകൊണ്ടിരിക്കരുത്. അത് പ്രോപ്പറായിട്ട് സർജനെ കാണിച്ച് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം. കണ്ണിന് തോന്നുന്ന ഏതൊരു അസ്വസ്ഥതയും കണ്ണിന് ഷുഗർ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫങ്ഷൻ ടെസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. കിഡ്നി ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ, ലിപിഡ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം, അതൊക്കെ തന്നെ. അതുപോലെ തന്നെ ആൽബുമിൻ റേഷ്യോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു ഹൈപ്പർ ഗ്ലൈസിമിയ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടിയ ഷുഗറിൽ നിൽക്കുന്നവർ മനസ്സിലാക്കിയിരിക്കുക, ഇത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കൂടും എന്നുള്ളത് യാതൊരു ഇതുമില്ല. എല്ലായ്പ്പോഴും കൂടി നിൽക്കില്ല. കുറച്ച് നിർത്താനും മരുന്ന് കുറയ്ക്കാനും റിവിഷനിലേക്ക് പോകാനും ടൈപ്പ് 2 ഡയബറ്റിക്കിന് കഴിയും. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക, കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുക. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അത് കുറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇനി എന്തൊക്കെയാണ് അതിന്റെ മാനേജ്മെന്റ് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മെഡിസിനൽ മാനേജ്മെന്റ് ഉണ്ട്, ഡയറ്റും ലൈഫ് സ്റ്റൈലും കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യും. മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാര്യം ആദ്യമായിട്ടുള്ള ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അധികം കൂടുതലില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസോടുകൂടി, ഫോളോ അപ്പോടുകൂടി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡയറ്റും ലൈഫ് സ്റ്റൈലും നമ്മൾ പറയുമ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അത് മൈദ കൊണ്ടുള്ള പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷുഗറിന്റെ കൺസംഷൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഷുഗർ, ശർക്കര, പഞ്ചസാര, തേൻ, ഇതെല്ലാം തന്നെ നമുക്ക് ഷുഗർ കണ്ടന്റ് ഉള്ളത് തന്നെയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് ഷുഗർ, സിമ്പിൾ ഷുഗർ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയം ഒക്കേഷണലി നമുക്ക് ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം നല്ല കൺട്രോൾ റേറ്റിൽ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനനുസരിച്ച് നമ്മൾ മെഡിസിനിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെ പോകുന്നവരാണെങ്കിൽ എക്സസൈസിൽ അഡ്ജസ്റ്റ്
ഇത് നമ്മൾ പറഞ്ഞു തരും. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു പോർഷനാണ്. അത് നമ്മുടെ മസിൽ ഡെവലപ്മെന്റിനും വൂണ്ട് ഹീലിങ്ങിനും ഒക്കെ വളരെ അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ പ്രോട്ടീൻ വളരെ മസ്റ്റായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടാതിരിക്കണം, അതായത് പഞ്ചസാരയുടെ അളവ്, ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാനായിട്ട് ഫൈബർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോളുബിൾ ആയിട്ടും ഇൻസോളുബിൾ ആയിട്ടുള്ള ഫൈബർ ഉണ്ട്. ഫൈബർ നാരുകൾ അതായത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്കറികളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബേക്കറി ഉൽപ്പന്നങ്ങൾ. അമിതമായിട്ടുള്ള എണ്ണയിൽ കൊഴുപ്പും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം തന്നെ ഷുഗർ കൂട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കാം. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, സാധാരണയായിട്ട് മധുരമുള്ള സാധനങ്ങൾ മാത്രമാണ് ഷുഗർ കൂടുന്നതെന്ന്. അങ്ങനെയല്ല, പല പേഷ്യൻസും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ്. അപ്പം സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് വരെ ഷുഗർ കൂട്ടാൻ കാരണമാകുന്നുണ്ട്. ഫ്രൈ ഐറ്റംസ് കഴിക്കുന്നത് മാത്രമല്ല, നമ്മൾ കറിയിൽ ഉണ്ടാക്കുന്ന എണ്ണ, ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് എണ്ണ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും ആശ്രിതമായിട്ട് പോകാറുണ്ട്, ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ആ ഒരു എണ്ണയുടെ അളവ് കൂടെ നമ്മൾ നിയന്ത്രിക്കണം. ഓയിൽ, ബട്ടർ, ഗീ അതുപോലെയുള്ളത് ഫാറ്റിന്റെ കൺസപ്ഷൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും ചൂടാക്കിയ എണ്ണയിൽ ഉപയോഗിക്കുന്ന പലഹാരങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ശരീരത്തിന് അത്യാവശ്യമാണ്. ഒരു 30 മുതൽ 60 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യ സമയത്ത് ഒരു 10-20 മിനിറ്റ് വരെ നമ്മുടെ ശരീരം ബോഡി ചൂടാവാനായിട്ടാണ് പോകുന്നത്. അതിനുശേഷം വരുന്നതാണ് ശരീരത്തിൽ നിന്ന് പോവുള്ളൂ, ഫാറ്റ് ബേണിങ്ങിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ WHO ഒക്കെ പറയുന്നത് 150 മിനിറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലല്ല പറയുന്നത്, റെഗുലറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ അമിത വണ്ണമുള്ളവരെ നോർമൽ BMIയിലേക്ക് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ഹെൽപ്പ് ഡയറ്റീഷ്യൻ ചെയ്തു തരുന്നുണ്ടാവും. കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് അതിനുള്ള ഹെൽപ്പ് തരുന്നുണ്ടാവും. അതുപോലെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ട്. പല വൈറ്റമിൻസും മിനറൽസും നമ്മൾ ഡെഫിഷ്യൻസിയിലേക്ക് പോകാൻ ഏജ്ഡ് ആയിട്ടുള്ള ഡയബറ്റിക് ഉള്ളവരിൽ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ സപ്ലിമെന്റ് ആയിട്ട് ഗുളികകൾ കൊടുക്കുന്നുണ്ടാവും. എങ്കിലും നമ്മൾ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ഇലക്കറികളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഹെൽത്തി ഫാറ്റ് ഉണ്ടാവാനായിട്ട് നട്ട്സ്, ഒരു 8-9 നട്ട്സ് എങ്കിലും ഒരു ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു പിടി കപ്പലണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും ഹെൽത്തി ഫാറ്റ് ഉണ്ടാവാനായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും അമിതമായിട്ട് കാലറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അതേപോലെ നമ്മൾ പലപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയ വരാറുണ്ട് ചിലരിലേക്ക്. ഈ ഹൈപ്പർ ഗ്ലൈസീമിയ പോലെ തന്നെ അത് സൂക്ഷിക്കേണ്ട കാര്യം ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി തരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പർ ഗ്ലൈസീമിയ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് ഇടയിൽ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഒരു ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്ക് പോവാം. അത് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ഒരു എംറ്റി കാലറി ഫുഡ് എന്നൊക്കെ പറയുന്നത് പോലെ നാരങ്ങ വെള്ളം, മോര് വെള്ളം, സംഭാരമായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, നമ്മൾ കൺട്രോൾ റേറ്റിലേക്ക് നിൽക്കുമ്പോൾ ഫ്രൂട്ട്സ്, ഒരു 100 ഗ്രാം ഫ്രൂട്ട്സ് എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് എടുക്കാം. 8-9 നട്ട്സ് ആ സമയത്ത് എടുക്കാം. അപ്പോൾ ആ ഒരു പാറ്റേണിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കാം. സാലഡ്സ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പാറ്റേണിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ രാത്രി ഭക്ഷണമാണെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കുക. 2-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്, ഉറങ്ങുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനായിട്ട്. അപ്പോൾ ഏതൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഈ ഹൈപ്പർ ഗ്ലൈസീമിയ ചിലർക്ക് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും കൂടുതൽ ഷുഗർ കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവരൊരു ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇരിക്കുക, 20 മിനിറ്റോളം, 15-20 മിനിറ്റ് നമ്മൾ സാധാരണ ഒരു നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ മാനേജ് ചെയ്യാൻ, പ്രത്യേകിച്ച് PPBS കൂടുന്നവർക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു 15-20 മിനിറ്റ്സ് നടക്കുന്നത് വളരെ ഗുണം ചെയ്യും. തീർച്ചയായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എക്സസൈസ്, റെഗുലർ ആയിട്ടുള്ള ഡയറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് ഡയബറ്റിക് ഉള്ളവർ ഫോളോ ചെയ്യേണ്ടത്. തീർച്ചയായും രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ളൊരു മീൽ പാറ്റേൺ അല്ലാതെ ഇടനേരത്ത് ഒരു 5-6 തവണയായിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടനേരം എന്ന് പറയുന്നത് 10 മണി, 2 മണി, 6 മണി അങ്ങനെയുള്ള സമയമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്, ഫ്രണ്ട്സിന് എല്ലാം ഷെയർ ചെയ്യാം. അതുപോലെ ഇതുപോലെയുള്ള ഒരു ഹൈപ്പർ ഗ്ലൈസീമിയ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.